ഒരു ദൈവജന ചിന്ത പറഞ്ഞ് തുടങ്ങണമെന്നെനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ഒരു ദൈവജന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇടണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. There is a seed that God has put into my spirit that I would like to put into your hearts during this time. ആ വചനത്തിലേക്ക് ഞാൻ വരാൻ കാരണമായ സന്ദർഭം, The reason I'm coming to this കഴിഞ്ഞ 3 മാസം 2.5 മാസമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. Over the last 2.5 months, I went through a specific situation. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I kept on praying about that situation. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ദൈവ കർത്താവ് വ്യത്യസ്തമായ നിലയില്ല പല വിഷയത്തിന്റെ അത് ഇടപെടാറുള്ളത്. And as I kept on praying about that God speaks to me in different ways about different situations. ആ വിഷയത്തിന്റെ അകത്ത് എങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കാണുമെന്ന് തിരിച്ചും മറിച്ചും ഗുണിച്ചും അരിച്ചും എല്ലാം ഞാൻ 2.5 മാസം നോക്കി. Across those 2.5 months, I searched every way how I can see a solution to that. കഴിഞ്ഞ തിങ്കളാഴ്ചയായപ്പോൾ, but last Monday, ഞാൻ 2.5 മാസം പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്തൊരു വേർഡ് വെളിപ്പെട്ടു. The Spirit of God gave me a word regarding this thing that I had been praying for over 2.5 months. ആ വചനം വെളിപ്പെട്ടു വന്നതോടുകൂടെ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായി. As soon as God dropped that word into my spirit, I went into a time of freedom. ആ വചനത്തിന്റെ അകത്തൂടെ ഇതിന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു രാത്രി. The Spirit of God is going to move through that word that I'm about to release. ഈ വചനത്തിന് ദൈവശക്തി വ്യാപരിക്കാൻ ഈ ഇവിടെ എല്ലാം പവർ സപ്ലൈ ഉണ്ട്. എല്ലായിടത്തും തൊട്ടാ കറണ്ടടിക്കത്തില്ല, പക്ഷേ പവർ ലഭ്യമാകുന്ന സോക്കറ്റുകളുണ്ട്. These are all power supplies. If you touch them, you may not get electrocuted, but there is a certain place, if you touch it, you will get electrocuted. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടണമെങ്കിൽ, അത് നിലനിൽക്കുന്നതാകണമെങ്കിൽ വചനത്തിൽ കൂടെ അത് വ്യാപരിക്കണം. In the same way, if you want to see a long lasting solution to your problem, you must make it through the word of God. ഇന്ന് രാത്രി ആദരത്തുർന്നി പ്രാരംഭ നിമിഷം ഒരു പദം പറഞ്ഞ്, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ അകത്തൂടെ ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്ന മിനിറ്റുകളാണ് മിനിറ്റുകൾ. As you are listening, declare to yourself that these minutes will be the minutes where the power of God touches me through the word of God. ചില വിഷയത്തിനകത്ത് ദൈവശക്തി വ്യാപരിച്ചാലേ പറ്റത്തുള്ളൂ. In some problems require the spirit of the power of God to touch you. ചില വിഷയത്തിനകത്ത് ദൈവശക്തിയുടെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. Some problems need the power of God to touch it. ഇന്ന് രാത്രി പ്രാരംഭ നിമിഷം ദൂത് പറയുകയാണ്, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി വചനത്തിൽ കൂടെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. In these starting few moments, may the Spirit of God is saying that may these moments be a time where the power of God touches you. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കരുത്. Don't be sitting here to just hear a sermon. കർത്താവിന് ചില പ്രാപിക്കാനാണ് ഇരിക്കാൻ. Be prepared to receive something from the Lord. ഇന്ന് രാത്രി പ്രാരംഭ നിമിഷം ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ ആത്മാവിൽ എനിക്കറിയാം, അവൻ ദൈവശക്തിയുടെ ഒരു പ്രവാഹം ചിലരുടെ മേൽ അത് കവിഞ്ഞൊഴുകുന്ന നിലവാരത്തിൽ കർത്താവ് ഇന്ന് രാത്രി പകരുന്ന രാത്രിയാണ്. I have a feeling in my spirit that these few moments will be a time where God imparts something into the spirit of everybody that is listening. നമുക്ക് വേഗത്തിൽ ആ വചനത്തിലേക്ക് വരാം. Let's come quickly to that verse. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ അവസാന വാക്യവും. The last few verses of Romans chapter number 7. The last verse of Romans chapter 7 and Romans chapter 8 verse 1 and 2. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ്, thanks be to God through our Lord Jesus Christ, so that on one hand I myself with my mind serve the law of God, but on the other with my flesh I serve the law of sin. 8-ാം വാക്യം 8-ന്റെ 1-2. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is now therefore no condemnation to them which are in Christ Jesus. ഈ therefore എന്ന പദം ഉപയോഗിച്ചാൽ അതിന്റെ പുറകിൽ എന്താണ്ട് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. When the statement therefore is used, that means there is something before that. Therefore there is now no condemnation to them which are in Christ Jesus. അടുത്ത വാക്യം, അടുത്ത 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ
ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ അപ്പൊ അത് നോക്കിയേ. ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് has made me free from the law of sin and death. ഈ പദം നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. May this word remain in your spirits. The law of spirit of life in Christ Jesus. ഒന്ന് ആദരം തുറന്ന് പറഞ്ഞേ. Open your mouth and tell yourself. The law of spirit of life in Christ Jesus. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life in Christ Jesus. പലപ്പോഴും നമ്മൾ വ്യാപരിക്കുന്ന ആത്മപ്രമാണം എന്താണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. Many a times we do not even know the law of the spirit that rules us. നമ്മൾ വ്യാപരിക്കുന്ന ഒരു പുതിയ പ്രമാണമുണ്ട്. There is a new law that works within us. എല്ലാത്തിന്റെ മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിന്റെ ആരംഭം ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനുസരണക്കേടാണ്. The start to every problem that man is seeing today on earth is the sin that originated in the Garden of Eden with Adam and Eve. ആ അനുസരണക്കേട് മുഖാന്തരം എന്ത് സംഭവിച്ചെന്നറിയാമോ? Do you know what happened through disobedience? മരണം വന്നു. Death. മരണം വന്നു. Death came. എന്നാൽ ഈ വാക്യം വായിച്ചു കേട്ടോ. Yet did you hear what this verse said? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. ഈ പുതിയ നിയമത്തിന്റെ അകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തന്മാരെ ശ്രദ്ധിച്ചാൽ അറിയാം. If you pay attention to the men of God used in the New Testament, അവരുടെ ലൈഫ് വേറെയാ. their lives were different. മരണത്തെ അതിജീവിക്കുന്ന ഒരു ജീവിതമാണ്. They lived a life that went beyond death. സാഹചര്യങ്ങളെ ജയിച്ച് കീഴടക്കുന്ന ഒരു ജീവിതമാണ്. They lived a life that turned around the problems that they faced. അവർ അഭിമുഖീകരിച്ച ജീവിത പ്രശ്നങ്ങളുടെ ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. The definition of the problems they faced in their lives were different. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ അകത്ത് നമ്മൾ പറയും, അയ്യോ ദൈവം എനിക്ക് ഗതികേട് വന്നല്ലോ എന്ന് നമ്മള് നാച്ചുറലി പറയും. ചിലപ്പോൾ when we face problems in our life, we speak from a natural point and we cry out and we say, what is happening in my life? ആത്മപ്രമാണത്തിന്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവൻ അങ്ങനെ പറയത്തില്ല. But people that are operating within the law of the spirit will not speak like that. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ഈ ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. I'm trying to start something within ഇച്ചിരി കട്ടിയുള്ള ഭാഗം ഇത്. It is a tough statement. ഈ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ചരിത്രം പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്ത് വരെ മുക്കുന്ന. The Bible tells us that as the apostle John is on the island of Patmos, they dipped him in hot oil. പക്ഷെ അതിനുപോലും അദ്ദേഹത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. But even that could not destroy him. കാരണം വേറൊരു പ്രമാണത്തിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Because he's operating from a different law. ഇന്ന് രാത്രി ദൂത് പറയാം. I'm telling you prophetic. നീ ആത്മാവിന്റെ പ്രമാണത്തിലാണെങ്കിൽ, if you are in this law of the spirit, നിന്നെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. there is no power that can destroy you. നീ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയമാണോ നീ അതിന്റെ മേളിലായിരിക്കും. No matter what problem it is you're facing, you will be above that. അവൻ നോക്കിയ ഒന്നാം നൂറ്റാണ്ടിലെ അഭിഷക്തന്മാരെ കുറിച്ച് അന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. അത് റോമൻ പടയാളികൾക്ക് നന്നായി അറിയാം. They are jail breakers. The news was spread about the first century apostles to the Roman centurions that they were chain breakers. കാരണം എന്നറിയാമോ? അവർ വ്യാപരിക്കുന്ന പ്രമാണം മരണത്തിന്റെ പ്രമാണമല്ല. The law of spirit of life in Christ Jesus. The reason for that was because they were not ruled by the law of death but the law of the spirit. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്ത് വ്യാപരിക്കുക. The law of the spirit of life was what worked in them. അതുകൊണ്ടായി പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോ ഈർച്ചവാളിന് മൂർച്ച കൂട്ടുന്നുണ്ടെങ്കിലും അന്ന് രാത്രിയിൽ പത്രോസ് നന്നായി ഉറങ്ങി.
That is even why when the Apostle Paul was in prison, while they were sharpening their swords, he slept in peace. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you flowing with me? അപ്പുറത്ത് അവൻ അടുത്ത മണിക്കൂറുകൾ തല അറുത്തു കളയാൻ സാധ്യതകൾ അവശേഷിക്കുമ്പോൾ പത്രോസ് അന്ന് രാത്രി ഉറങ്ങി. When people were preparing to kill him next door, Peter slept in peace. എന്നാ കാര്യം അറിയാമോ? What is the reason for that? വേറെ പ്രമാണത്തിലാണ് ജീവിക്കുന്നത്. He is living in a different ആ law. പ്രമാണത്തിന്റെ പേര് ആത്മാവിന്റെ പ്രമാണം. That law is a spirit of law. It's the law of the spirit. പത്രോസിന് ആത്മാവിൽ ഒരു കാര്യം അറിയാം. Peter knew something in the spirit. വാളിന് മൂർച്ച കൂട്ടിയാലും, Even though they are sharpening their sword, പടയാളികളുടെ എണ്ണം വർദ്ധിച്ചാലും, even though the number of soldiers അവർക്ക് എന്നെ തൊടാൻ കഴിയുകയില്ല. they cannot touch me. ഞാൻ അതിന് മേളിലാ സഞ്ചരിക്കുന്നത്. I am operating in a different law. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you flowing with me? ശ്രദ്ധിച്ചു കേൾക്കണം. Pay attention. പൗലോസ് അപ്പോസ്തലൻ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The Bible says in Romans chapter 8 verse 1 that there is no condemnation to them that are in Christ Jesus. നോക്കിയേ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of Jesus Christ. ഏതിനാ നമ്മെ വിടുവിച്ചത്? From what was he delivered? ഏതി നമ്മെ വിടുവിച്ചെന്ന് പറഞ്ഞേ. What has he called us from? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ ഏതിനാ വിടുവിച്ചത്? What has the law of the spirit of Christ called us from? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. രണ്ട് പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. This verse talks about two types of law. കർത്തദാസൻ ജെൻസൺ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടേജ് മീറ്റിംഗിനകത്ത് പറഞ്ഞൊരു പദം, അവിടെ ഒരു പ്രമാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. There is something that the brother Jensen said a few days ago, that he was talking about a law. എനിക്ക് ആ വചനം കൂടെ കേട്ടപ്പോൾ ഭയങ്കര ഊർജം കിട്ടി. When I heard that, I was filled I was encouraged in my spirit. വന്നവർ ഓർക്കുന്നുണ്ടോ ഏത് പ്രമാണമായിരുന്നു? What law was that? സമാധാനത്തിന്റെ പ്രമാണം. The law of peace. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Do you understand what I'm saying? നോക്കിയേ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. There is a law of sin and death. ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to Genesis chapter 2 verse 16, ഈ മരണത്തിന്റെ പ്രമാണം ആക്ടിവേറ്റ് ചെയ്തൊരു ഭാഗം കിടപ്പുണ്ട്. there is a statement where the law of death is the law of sin is activated. യഹോവയാ ദൈവം മനുഷ്യനോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം. God told Adam and Eve, you can eat from any tree in the garden. എന്നാ തിന്നരുതാത്തൊരു വൃക്ഷമുണ്ട്. But there is one tree that you cannot eat from. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. നീ And the മരിക്കും. day you eat that, you will die. ദൈവം ഒരു കൽപ്പന കൊടുക്കുക. God is telling them a law. തിന്നുന്ന നാളിൽ The day you eat it, നീ എന്ത് ചെയ്യും? what will happen? മരിക്കും. You will die. 3-ാം അധ്യായം 7-ാം വാക്യം. Chapter 3 verse 7. ഉടനെ ഇരുവരും കണ്ണു തുറന്ന്. എപ്പോഴാണെന്നറിയാമോ? നോക്കിയേ, ഒരു പ്രമാണം ആക്ടിവേറ്റ് ചെയ്ത വഴിയാ പറയുന്നത്. These are verses where the law is being activated. തിന്നല്ലെന്ന് പറഞ്ഞു, തിന്നു. He told them not to eat it. അനുസരണക്കേട് കാണിച്ച് അവൻ ഈ ഒരു പ്രമാണം ആക്ടിവേറ്റ് ആയി. Through their disobedience, this law was activated. ഉടനെ ഇരുവരുടെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ ജഡത്തിലായി മാറി. In other words, in verse 7, they became in the flesh. അടുത്ത ഇത് അത്തീല കൂട്ടി തുന്നി. തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. 11-ാം വാക്യം. Verse 11. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നോക്കിയേ, ദൈവം ചോദിക്കുക, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? God is asking them, who told you that you were naked? തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? 19-ാം വാക്യം. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, ആ, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. ആ പദം ഒന്നുകൂടെ വായിച്ചേ. 19-ാം വാക്യം. നിലത്തുനിന്ന് നിന്നെ എടുത്തു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം അപ്പൊ കഴിക്കും. നോക്കേ, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം The law of the spirit of sin and death. എവിടെ തുടങ്ങിയെന്നറിയാമോ? Do you know where this started? ഏദനിൽ തുടങ്ങിയത്. In the Garden of Eden. നീ പൊടിയിൽ നിന്നെടുത്തു, From dust you were taken, പൊടിയിലേക്ക് തിരികെ ചേരും. and into it you will return. ആ പറയുന്ന പദമൊക്കെ ശ്രദ്ധിച്ചേ. Pay attention to that verse. വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. In the sweat of your face shall you eat. 20-ാം വാക്യം. Verse 20. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. മതി. നമുക്ക് ആ ചരിത്രം ഏറെക്കുറെ അറിയാം. We know this story.
പിന്നെ അദ്ദേഹത്തിൽ ഇങ്ങോട്ട് ചരിത്രം വായിച്ചു വരുമ്പോൾ മോശ മുഖാന്തരം ദൈവം ന്യായ കൽപ്പനകൾ കൊടുത്തു. If you continue reading, you find that through Moses, God delivered his 10 ആ commandments. കല്ലിൽ അക്ഷരമായി കൊത്തിയ പ്രമാണം, It was a law written in the ഈ stone. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഏതനിൽ ആക്ടിവേറ്റഡ് ആയതാ. This law of sin and death was activated in the Garden of Eden. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം അവിടെ തുടങ്ങിയതാ. The originating of every problem that man faces started there. അപ്പൊ ഇവിടെ ജനിക്കുന്ന ഏതു വ്യക്തിയിലും So in every man that is born, ഈ ഒരു പ്രമാണം സജീവമായി നിലനിൽക്കുക. this one law naturally gets into you. മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തു. Through Moses, God delivered his commandments. ന്യായപ്രമാണം ഇതിൽ നിന്നൊരു വിടുതലല്ല കൊടുത്തത്, പക്ഷെ നമ്മുടെ ഉള്ള അവസ്ഥയെ ന്യായപ്രമാണം വെളിപ്പെടുത്തി തന്നു. Through the law, God was not delivering his people, but he was revealing the lives of people around that law. റോമലേഖനം 5:12 വായിച്ചാൽ. Romans chapter 5 from verse 12. റോമർ 5 മീഡിയ റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അടുത്ത വാക്യം. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും 13 വാക്യം വേഗത്തിൽ മീഡിയ. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ അപ്പൊ ന്യായപ്രമാണം ഈ പ്രമാണം ഞാൻ ശരിക്കും വിചാരിച്ച മോശയുടെ പ്രമാണത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇത് ഒന്നുകൂടെ മനസ്സിലാക്കി വന്നപ്പോൾ ഇത് ഏതനിൽ തുടങ്ങിയ സാധനമാണ്. When I read this, I thought this was referring about Moses, but when I thought പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നു. അപ്പൊ ന്യായപ്രമാണം ശരിക്കും made sin powerful. So law is what makes sin powerful. അടുത്ത വാക്യം. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ മരണം എവിടെ മുതലുണ്ട്? So when ആദാം മുതലുണ്ട്. death was reigning from Adam. അടുത്ത വാക്യം 15 വാക്യം. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. We will reign in life by one Jesus Christ. ഈ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം. This life should operate within us. നമ്മുടെ എല്ലാ സിറ്റുവേഷന്റെ അകത്ത് നമുക്കൊരു നല്ല ബോധ്യം വേണം. എന്നിൽ വ്യാപരിക്കുന്ന ഒരു ഡിഫറെന്റ് പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് എന്നെ കർത്തൃത്വം നടത്തുന്നത്. In every situation we face, we must be conscious that we are ruled by a different kind of ആ പ്രമാണത്തിന്റെ പേര് the law of spirit of life in Christ Jesus. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you flowing with me? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലിന്റെ അകത്ത് ഈ പ്രമാണം വ്യാപരിക്കുക. This law is working within the child of God that is born again and you have been saved. ജീവന്റെ പ്രമാണം. The law of the അതര തുറന്നു പറഞ്ഞു ജീവന്റെ പ്രമാണം. Open your mouth and say this law. Yes, hallelujah. ഇന്ന് രാത്രിയിൽ അവൻ വിശദീകരിക്കാൻ സമയം കുറവാണ്. ഇന്ന് രാത്രിയിൽ ജീവന്റെ പ്രമാണം നമ്മൾ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഏതു സാഹചര്യത്തെയും അതിജീവിക്കാൻ കരുത്തു തരുന്ന ഒരു പുതിയ പ്രമാണം. May this law of life which allows you to go beyond any problem work within you. എനിക്ക് റോമാലേഖനം 5:6 തൊട്ട് 6 തുറണമെന്ന് ആഗ്രഹമുണ്ട്. I have the desire to touch Romans chapter 5 and 6. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. അതേത് വാക്യവാ? 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അവ നോക്കിയ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അടുത്ത വാക്യം ദൈവത്തോട് സമാധാനമുണ്ട്. താഴോട്ട് വായിക്കുന്നത് we got an access to this remarkable grace. ഇങ്ങനെയൊക്കെ പൗലോസ് വിശദീകരിക്കുന്ന ഭാഗം. എന്നിട്ട് അതിന്റെ 3-ാം വാക്യം വായിച്ചേ. Verse 3. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെ. അപ്പൊ നോക്കിയേ, കഷ്ടതയ്ക്ക് വേറൊരു നിർവചനമായിരുന്നു. So tribulation is also there. ഇവിടെ നിർവചനം മാറി.
but that tribulation here is going away. കാരണം ക്രിസ്തുവിലായതോടുകൂടെ നീ വേറൊരു പ്രമാണത്തിലായി മാറി. Because as soon as you enter Christ, you have entered into a different law. ഇപ്പൊ വ്യാപരിക്കുന്ന പ്രമാണം മരണത്തിന്റെ പ്രമാണമല്ല, അത് ജീവന്റെ പ്രമാണമാണ്. The law that works now is not the law of death, but the law of life. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രമാണമാണ്. The law of the Holy Spirit. ഇത് കല്ലിൽ അക്ഷരമായി കൊത്തിവെച്ച പ്രമാണമല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. This was not the law that was written in stone, but the law of the Spirit of God. നോക്കേ, ആത്മപ്രമാണത്തിൽ നിൽക്കുന്നവന്റെ കഷ്ടതയുടെ ഡെഫിനിഷൻ ഇവിടെ മാറി. For someone that is living in the law of the Spirit, your definition of tribulation is different. ഈ പഴയ നിയമത്തിനകത്ത് മരുഭൂമിയിൽ നിന്ന ജനം പറഞ്ഞൊരു കാര്യമുണ്ട്. There's something that the Israelites said in the Old Testament when ഇച്ചിരി പ്രയാസം വന്നപ്പം when they faced problems. അവര് പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? They said, did you bring us here to kill us? പക്ഷെ പൗലോസ് പറഞ്ഞത് ശ്രദ്ധിച്ചേ, But pay attention to what Paul is അത് saying. തന്നെയല്ല കഷ്ടത. സഹിഷ്ണുതയെയും. കണ്ടോ, നിർവചനം മാറി. His law has changed. ഇച്ചിരി പ്രശ്നം വരുമ്പോൾ നീ നെഞ്ചത്തടിച്ച് ചാകാൻ പോവുകയെന്നല്ല, ഞാൻ ചാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഗതികേട് എനിക്ക് വന്നല്ലോ എന്നല്ല നമ്മുടെ അതരത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്. When you face problems in your life, you shouldn't be beating your chest and crying out that this is the situation of mine. രക്ഷിക്കപ്പെട്ടവന്റെ അകത്തു വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. There is a spirit of life that works within the one that is saved. ആ ജീവൻ നിന്റെ അകത്തു വ്യാപരിക്കുകയാണെങ്കിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് അടുത്ത വാക്യം, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. If you are like that, you will know that life causes your tribulations to work patience experience and experience hope. ഇപ്പം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. Now you glory in your tribulations. സീസൺ ഒന്ന് മോശമാകുമ്പോഴും even when the situation might not be the best, ജീവനകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട്, because life works within you, ഇതിന്റെ അകത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. you realize that there is a blessing even in the midst of this problem. ഇന്ന് പകലും നിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുകയാണെങ്കിൽ, ഇന്ന് പകലും നീ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അകത്ത് ഒരു നന്മയുണ്ടെന്ന്, ദൈവത്തിന് ഏതോ ഒന്ന് ചെയ്യാനുണ്ടെന്ന് ഒരു തിരിച്ചറിവ് അകത്ത് വ്യാപരിക്കണം. Tonight, if this life is working within you, you must have that understanding that even in the midst of this problem, God is working out a blessing for you. അഞ്ചാം വാക്യം പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. And hope makes not ashamed, because the love of God has been shed abroad in our hearts by the Holy Ghost which is given unto us. ഈ പ്രത്യാശയ്ക്ക് എന്തില്ല? This hope, there is no disappointment. ഏത് സീസണിന്റെ അകത്തും in the midst of any season, അകത്തെ ജീവന്റെ പ്രമാണമാണെങ്കിൽ, you have no possibility for a disappointment. if you have this law within you, there is no possibility for disappointment. ഈ ഒരു സീസണിന്റെ അകത്തും നീ നിരാശപ്പെടേണ്ട വരികയില്ല. You will never have to be disappointed in any situation. നിന്നെ ഭരണം നടത്തുന്നത് വേറൊരു പ്രമാണമാണ്. You are ruled by a different law. പരിശുദ്ധാത്മാവിന്റെ പ്രമാണമാണ്. You are ruled by the law of the അതുകൊണ്ട് Holy Spirit. ഡിസ്കറേജ്മെന്റിന് സാധ്യതയില്ല. There is no possibility for discouragement. നിരാശപ്പെടേണ്ട കാര്യമില്ല. There is no need for you to be discouraged. ആമേൻ. ഇന്ന് രാത്രി മനസ്സിലായവർ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് നന്ദി For പറഞ്ഞാട്ടെ. those of you that understand this, open your mouths and praise God. ഹല്ലേലൂയ. Amen. അഞ്ചാം അധ്യായത്തിലേക്ക് വന്നേ, 12 വാക്യം വായിച്ചേ. Verse 12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും. ഞാൻ വായിച്ച വാക്യം തന്നെ. അപ്പൊ ഇത് വന്ന റൂട്ട് എങ്ങനെ? 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിലേക്ക് വന്നേ. 1 Corinthians chapter 15, 45 വാക്യം വായിച്ചേ. verse 45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. കണ്ടോ, ഒടുക്കത്തെ ആദാം, ഒന്നാമത്തെ ആദാം മുഖാന്തരം ഈ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം മനുഷ്യന്റെ മേൽ ആക്ടിവേറ്റ് ആയെങ്കിൽ, അവൻ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്നെ സ്വന്തം പുത്രനെ വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി കർത്താവ് ഒന്നോട് വായിക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി
ആയിരുന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. The Bible says that the law of death and sin came through the first Adam, but when the fullness of time came, God sent his only son, the last Adam, to become a quickening spirit. അഞ്ചാമത്തെ 20 വാക്യം വായിച്ചേ. Verse 20. റോമർ 5:20. Romans 5:20. Glory to God. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ. മോശ മുഖാന്തരം ദൈവം കൊടുത്ത ന്യായപ്രമാണം എന്തിനു നൽകിയതാ? So what was the law that God delivered to Moses delivered for? മനുഷ്യനിൽ വ്യാപരിച്ച പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ റിയാലിറ്റി വെളിപ്പെടുത്തി തരാൻ God gave the law to Moses to reveal the reality of the spirit of death and sin that reigned in man in those days. കാരണം ഇവിടെ നമുക്ക് നാച്ചുറൽ ലോസ് ഉണ്ട്. Because there are natural laws on this earth. മോട്ടോർവേയിൽ 70 മൈൽ സ്പീഡിൽ കൂടുതൽ പോകരുതെന്ന് പ്രമാണമുണ്ട്. There is a law that says that you cannot drive over 70 miles per hour on the motorway. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ലെന്നിരിക്കട്ടെ. So imagine there is no law like that. പക്ഷേ 70 മൈലിൽ കൂടുതൽ പോകരുതെന്നുള്ളത് ഒരു നാച്ചുറൽ ലോയാ. But it's a natural law that you shouldn't go beyond 70. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ സ്പീഡിൽ പോകാൻ വേണ്ടിയാ. Because that road has been constructed ഈ നിയമം നിയമം കയ്യിൽ ലഭിച്ചതോടുകൂടെ ആമേൻ ഹല്ലേലൂയ ആ പ്രമാണത്തിന് ശക്തി കൂടി. But after that law was delivered, the law of that became more prominent. അതുകൊണ്ട് മഞ്ഞ ക്യാമറ കാണുമ്പോഴേ നമ്മൾ ചവിട്ടും. That is why when we see those cameras we start to brake. അടുത്ത വാക്യം വായിച്ചേ. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം. ഇനി 6-ാം അധ്യായത്തിലേക്ക് വന്ന് എല്ലാം വായിക്കാൻ സമയം. 6-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? ആകയാൽ എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. ഇവിടാണ് ഈ സ്വിച്ചിങ് നടന്നത്. This is where the switching happens. 6-ാം അധ്യായത്തിലാണ് നമ്മുടെ വിടുതൽ നടന്നത്. It is in chapter 6 that our breakthrough happens. അപ്പോൾ ആദാമിൽ കൂടെ ആക്ടിവേറ്റഡ് ആയി പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ നമ്മളിൽ ഇനാക്റ്റീവ് ആക്കിയ ഒറ്റ വിഷയം മരണമാണ്. The one thing that activated the law of death and sin that came through Adam is death. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നമ്മുടെ ആ മരണം എവിടെയാ നടന്നത്? Where did our death happen? എവിടെ നടന്നത്? ക്രൂശിൽ. സ്നാനത്താൽ നാം അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് പങ്കാളികളായി. അതുകൊണ്ട് സ്നാനത്തിന് ഇത്ര ഭയങ്കര പവർ. This is the importance of baptism, when you became one with Christ through that baptism. ചുമ്മാ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമല്ല. You are not just simply sinking in that water and coming back up. ആ പഴയ പ്രമാണം സംബന്ധിച്ച് മരിക്കുക. You are dying to that old law. നീ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ പുതിയൊരു പ്രമാണം നിന്റെ മേൽ ആക്ടിവേറ്റഡ് ആകും. When you rise from the water, a new law is being activated in your life. അതിനെ 3-ാം വാക്യം 6-3 വായിച്ചേ. Chapter 6 യേശുക്രിസ്തുവിനോട് ചേരുവാൻ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അപ്പോൾ സ്നാനം ആരോട് ചേരാനാ? So what is baptism to be joined to? ആരോട് ചേരാനാ? യേശുക്രിസ്തുവിനോട്. യേശുവിനോട് ചേരാൻ. Baptism is for you to be joined with Jesus Christ. വായിച്ച കുറിവാക്യം മറക്കല്ലേ. The law of the spirit of life in Christ Jesus. അവനിലായത് വ്യാപരിച്ചത്. It operated first in him. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Do you understand this? അപ്പൊ ഇത് കർത്താവിൽ ഓപ്പറേറ്റഡ് ആയ ഈ പുതിയ പ്രമാണത്തിന്റെ ഭാഗമായി ഞാൻ മാറണമെങ്കിൽ ഞാൻ അവനുമായി ഒന്നായി മാറണം. So for me to become a part of this law that first operated in Christ Jesus, I first have to become one with him. ഞാൻ അവനുമായി ഒന്നായി മാറണമെങ്കിൽ പഴയത് സംബന്ധിച്ച് മരിക്കണം. For me to become one with him, I have to die to the old man. ഈ ഭൂമി ജനിച്ച സകല മനുഷ്യനും ഇതിന്റെ അകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മരണം എന്ന വഴി മാത്രമേ ഉള്ളൂ. There is only one solution for everyone that is born on earth to be delivered from this sin, and it is death. ആ മരണമാണ് യേശു ക്രൂശിൽ ആസ്വദിച്ചത്. And it is that death that Jesus bore on the cross. ആ മരണത്തിന് നാം പങ്കാളികളായി തീരുകയാ സ്നാനത്താൽ. And by baptism we are becoming partakers of that death. ആ വായിച്ച വാക്യം നോക്കിയേ. നാം എല്ലാവരും മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനോടുകൂടെ. അപ്പം ആ പഴയ മനുഷ്യൻ അവന്റെ മരണത്തോട് പങ്കാളിയായി കുഴിച്ചിടപ്പെട്ടു.
ക്രിസ്തു മരിച്ചിട്ട് ആ. പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നോക്കിയാ ആ പദമൊക്കെ ഭയങ്കരമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ തൊട്ടു മാത്രം ഇടുക. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ, നാമും ഇനി ആ പഴയ മരണത്തിന്റെ പ്രമാണത്തിലല്ല, പുതിയൊരു പ്രമാണം. We no longer walk in that old law of sin and death. We walk in a new law. ഈ ലോ ആരിലാ ഉണ്ടായിരുന്നത്? Who was that law first used? കർത്താവിൽ ഓപ്പറേറ്റഡ് ആയ ആ സെയിം ലോയുടെ ഭാഗമായി ഞാൻ മാറി. We become one with the same law that first operated in Christ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ ഈർച്ചവാളിനോ ഇതിനൊന്നിനും ഹല്ലേലൂയ നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പണ്ടൊരു ദൈവവൃത്യം പറഞ്ഞൊരു പദമുണ്ട്, വാഗ്ദത്തമുള്ള നിയോഗമുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അകത്ത് നടക്കുന്ന നിന്റെ മേൽ ട്രക്ക് കയറി ഇറങ്ങിയാലും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. That is why the apostle Paul said, no tribulation, distress, persecution, famine or nakedness can ever bring you to danger, because you are covered by this new law. ഈ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. If you study the life of apostle Paul, you ഉത്തമ find ഉദാഹരണമായി ഇതിന്. he is the ultimate example. അവൻ ജനം കല്ലെറിഞ്ഞവനെ. People stoned him. ഞാനൊരു ചരിത്രത്തിന്റെ അകത്ത് വായിച്ചൊരു കാര്യം, ചുമ്മാ ഈ കൊച്ച് ഇച്ചിരി ഇല്ലാത്ത കല്ലെറിഞ്ഞതായിട്ടല്ല ഞാൻ വായിച്ചത്. When I read this in history, it was not with small pebbles that they threw at him. ഈ ഒരാളെ കൊല്ലാൻ വലിയ ഭാരമുള്ള കല്ലൊരുത്തന്റെ മണ്ടയ്ക്ക് എടുത്തിടുമ്പോ അതുപോലത്തെ പരിപാടി ചെയ്തു. They planned things that they would throw something that with stones as big as enough to kill him. അതവര് ചെയ്യുമ്പോൾ അവരുടെ ഒറ്റ ലക്ഷ്യം ഇവൻ മരിക്കണം. When they are doing that, their only intention is that he should die. ജഗത്തു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുന്ന പൗലോസ് അവൻ എഴുതിയ പൗലോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഹല്ലേലൂയ ശിഷ്യന്മാർ അവന്റെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ അവന്റെ അതിന്റെ അകത്തുനിന്ന് ഹല്ലേലൂയ എഴുന്നേറ്റ് പോയി എന്ന വചനം പറയുന്നത്. But the Bible says that as the disciples were gathered around Apostle Paul, that he rose up. തീരാനാ ചെയ്തത്. They did it to finish him. നിന്റെ ആമജീവിതം അവസാനം കുറിക്കാനാ ശത്രു പ്ലാൻ ചെയ്തത്. The devil planned it to mark the end of his life. ജഗത്തു വ്യാപരിക്കുന്ന ജീവന്റെ പ്രമാണമാകയാൽ അവൻ അവിടെയും പൗലോസിന് ദൈവാത്മാവിനാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത്. But by the spirit of life that is working within him, through that the apostle Paul was able to rise. ഇന്ന് രാത്രി ദൂത് പറയാൻ പോവുകയാ. This is a prophetic word for you. ശത്രു നിനക്കെതിരെ എത്ര അജണ്ടകൾ ഉണ്ടാക്കിയാലും ഇന്ന് രാത്രി ആത്മാവിന്റെ പ്രമാണത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതു സിറ്റുവേഷന്റെ അകത്തും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാ. No matter how many agendas the devil plans in your life, if you are someone that operates in the spirit of life, you will rise up from that. നീ ഒരു സിറ്റുവേഷന്റെ അകത്തിലും ഒരു പടി പോലും പുറകോട്ട് പോകുകയില്ല. Every situation you will take a step forward in the name of Jesus. You will never be pushed back by any problem you face. In every problem you will take steps forward in your life. പല സാഹചര്യവും വരുന്ന നിന്നെ ഒതുക്കാനാ. The reasons many problems come in your life is to limit and restrict you. പല സാഹചര്യവും നിന്നെ മുമ്പിൽ കൊണ്ടുവരുന്നത് നിനക്കൊരു അടക്കം പറയാനാ. The reasons for many problems in your life is to end your life. ഈ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടേച്ച് കുറെ പേര് നോക്കി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. There was this time when many people put Peter into prison and started to watch. അടുത്ത പ്രഭാതത്തിൽ ഒരു ശവപ്പെട്ടി പുറത്തു വരുമെന്ന്. And they expected that the next moment a coffin will be brought out of that പക്ഷെ prison. ഇത് വേറെ പ്രമാണത്തിലേക്ക് കാര്യം പോകുന്നത്. But this thing is flowing with a different kind of law. അല്ല കുറെ പേര് റീത്ത് വെക്കാനാ നിൽക്കുന്നത്. Many people are standing there to put കുറെ പേര് flowers over his പ്രതീക്ഷിച്ച് dead നിൽക്കുന്നത് body. ഒരു പെട്ടി പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചാ നിൽക്കുന്നത്. People are stood there expecting a coffin to come ഇന്ന് out. രാത്രി യേശുവിന്റെ നാമത്തിൽ ദൂത് പറയുകയാണ്, ശത്രുവിന്റെ പ്രതീക്ഷകൾ അത് വിഫലമായി മാറും. അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുന്നെങ്കിൽ എല്ലാ സാഹചര്യത്തിലും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. The Spirit of the Lord is saying that even if the Spirit of life that works within you, you will be resurrected. You will rise up from every problem that you face. എത്ര പേർക്ക് മനസ്സിലായി? How many of you understand this? വിശദീകരിക്കാൻ സമയം കുറവാ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. We don't have time to explain it all in detail. That's why we're going quickly. അതിനെ തുറന്നു പറഞ്ഞേ.
Open your mouth and tell. ജീവന്റെ ആത്മാവിനെ പ്രമാണം. Open your mouth and say that I am living in the law of the Spirit. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ അകത്ത് പഴയ പ്രമാണം അവസാനിച്ചു, പുതിയൊരു പ്രമാണം ആക്ടിവേറ്റഡ്. To any believer that has been born again and baptized, it is no longer the spirit of sin and death that works in you. It is the spirit of life. ഏത് വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും In the midst of any situation, ഈ വചനം ഒന്ന് ധ്യാനിച്ചാൽ മതി. you just have to meditate on this verse. നീ കത്തിക്കേറും. This will enlighten your spirit. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. I'm experiencing it now in my life. ഏത് സാഹചര്യത്തിനകത്തിലും ഈ പ്രമാണത്തെ നീ ആക്ടിവേറ്റ് തുറന്നു വിടാമെങ്കിൽ നീ അതിൻ്റെ അകത്ത് സജീവമായി എഴുന്നേറ്റിരിക്കും. In any situation, if you can release this word over that problem, you will accelerate through that problem. നിന്റെ മുമ്പിൽ എത്ര വിഷയമാണ് ചൊറപ്പാക്കിയതാണെങ്കിലും, No matter how many problems persist against you, നിരാത്ത് തീർത്തു പറയുക, നിനക്കെതിരെ 1000 മന്ത്രവാദികൾ മന്ത്രം ജപിച്ച് നിന്റെ വഴി അടച്ചതാണെങ്കിലും നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ അത് പൊളിഞ്ഞു മാറിയിരിക്കും. even if 1000 witches gather to destroy your life, if it is the spirit of life that is working within you, ഇന്ന് രാത്രിയിലും അതിനകത്ത് സംഭവിക്കട്ടെ. may that happen tonight. അടഞ്ഞത് തുറന്നു വരട്ടെ. May those വഴികൾ ഓപ്പൺ ആകട്ടെ. may ways ഭാവിക്കകത്ത് യേശുവിൻ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. may life work within your ways. സ്റ്റക്കായി നിൽക്കുന്ന വിഷയത്തിനകത്ത് ഈ രാത്രി ചലനം ഉണ്ടാകട്ടെ. Every problem that is stuck in your life, may this word work life there. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the mighty name of Jesus. നിന്റെ ശരീരത്തിൽ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നിന്നെ അലട്ടിയാൽ, If you are experiencing a physical condition in your body, ഈ വചനം ഒന്ന് ധ്യാനിച്ചാൽ മതി. you just have to meditate on this word. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Do you understand this? ഈ ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ദൈവവൃത്തിനുണ്ട്. There is a man of God called John G. Lake. ദൈവം ഉപയോഗിച്ചിട്ട് ചരിത്രമൊക്കെ പോയി ഒന്ന് വായിക്കുകയും ധ്യാനിക്കുകയും You ചെയ്യണം. should consistently read through the histories of many men of God that God has used. ഈ സൗത്ത് ആഫ്രിക്കയെ ഭയങ്കര മാരകമായ പകർച്ചവ്യാധി ബാധിച്ചൊരു കാലഘട്ടമുണ്ട്. There was a time when in South Africa a virus inflicted that area. ആ പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ചത്തുവീഴുക. It was a virus so deadly that people were standing on the spot and just ചത്തു dying. വീഴുന്നവരെ ആരും കുടിച്ചിടത്തില്ല. They would never bury someone that has just fallen dead. കാരണം ചത്തു വീഴുന്നവനെ തൊട്ടാൽ ഇവന് അടിച്ചു പോവുക. Because the moment you touch that dead body, you will receive the same അത്ര disease. മാരകമായ പകർച്ചവ്യാധി. That is how bad that it was a deadly virus. പക്ഷെ ഈ വെളിപ്പാട് ഈ മനുഷ്യന്റെ അകത്ത് കത്താൻ തുടങ്ങി. But this revelation started to light in the spirit of ആ John G. Lake. ദൈവവൃത്തൻ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. This is how he has written it. ആ ദൈവവൃത്തൻ ആത്മാവിൽ ചില മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. He spoke in the spirit in tongues. തന്റെ കൂടെ 1-2 പേരെ കൂടെ കൂട്ടി ആരും മരിച്ചു കിടക്കുന്ന പകർച്ചവ്യാധി വന്ന് മരിച്ചു കിടക്കുന്നവരെ ആരും അടക്കാൻ ഇല്ലാതിരിക്കുമോ ദേശം. ഹല്ലേലൂയ, മരിച്ചവരെ കൊണ്ട് നിറഞ്ഞ ദുർഗന്ധം വമിക്കുമ്പോൾ അകത്ത് ജീവന്റെ ആത്മാവിന്റെ വെളിപ്പാട് വ്യാപരിക്കുന്ന ഒരുവൻ ഇവരെ കുഴിവെട്ടി അടക്കാൻ തുടങ്ങി. He gathered a few men with him and he went toward these dead bodies. ആ ദൈവവൃത്തൻ പറഞ്ഞ പദം ഇങ്ങനെയാ, And this is what he said. അവരെ ഒരു പകർച്ചവ്യാധി തൊട്ടില്ല. There was not one man that was with him who this virus had touched. എല്ലാരും ചാകുമ്പോ യവൻ ചാകാതിരിക്കുന്ന എന്നതാണെന്ന് അന്വേഷിക്കാൻ അവിടുത്തെ ഗവൺമെന്റിനോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനോ ഒരു ആഗ്രഹം തോന്നി. The government and the medical department of that country started to research why it was that this virus was not touching him. അവര് ചെക്ക് ചെയ്തൊരു ചരിത്രം ഞാൻ വായിച്ചത് ഇങ്ങനെയാ. I read this piece of research that they did. ഈ പകർച്ചവ്യാധി വന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഉള്ള അണുക്കളുള്ള ജലാംശം They took some bacteria from the bodies of these dead people that had this virus. മൈക്രോസ്കോപ്പിന്റെ അടി വെച്ച് നോക്കി. They put it and examined it under a microscope. ജീവനുള്ള വൈറസ്. It was a living virus. ഇത് ഈ ജോൺ ജി ലേക്കിന്റെ കരങ്ങളിൽ വെച്ചു. John G. Lake asked for them to put it on his hand. എന്നിട്ട് മൈക്രോസ്കോപ്പിന്റെ അടി വെച്ചു. Then he put it under the microscope. ഈ സാധനം ജോൺ ജി ലേക്കിന്റെ കരത്തിൽ വരുമ്പോൾ ജീവനുള്ള സാധനം ചത്തുപോവുക. The moment these bacteria is coming on the hands of John G. Lake, the microscope realized
that the bacteria had died. ഇത് നമുക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. It is because we don't know these things that we are sitting like this. നമ്മൾ ഇത് തിരിച്ചറിയണം. We should understand these things. നിന്റെ അകത്തു വ്യാപരിക്കുന്നത് ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. This is the same law of the spirit of life that is working within you. നിന്നെ ഒരു വൈറസിനെ തൊടാൻ കഴിയത്തില്ല. There is no virus. ഒരു ശക്തിക്ക് കീഴടക്കാൻ കഴിയത്തില്ല. There is no power that can ഒരു മരണത്തിന്റെ വ്യാപാരം നിന്നെ തൊടുകയില്ല. There is no spirit of death that can rule you. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ പദമുണ്ട്. That is what the Old Testament says. പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും no pestilence that flees by night, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും or the terror that flees by the എനിക്ക് അതൊരു പ്രവചന ശബ്ദമാണ് എനിക്ക് തോന്നുക. that is a prophetic word. എനിക്ക് നീ അതര തുറന്ന് പറയണം, അതൊന്നും എനിക്ക് പേടിക്കാനില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അതൊന്നും എന്നോട് അടുത്തു വരികയില്ല. ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ഞാൻ കാണും. You should say that you shall not be afraid of this terror by night, nor of the arrow that flies by day, or of the pestilence that walks in the darkness. You should say that 1,000 will fall at my side and 10,000 at my right hand. ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണണമെങ്കിൽ നല്ല പ്രായത്തിൽ നിന്റെ കാഴ്ചശക്തി നല്ല തിളങ്ങി നിൽക്കണം. Your eyesight will be sharpened when you see how God deals with the wicked. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. Glory to God. എനിക്ക് ആ ഭാഗം ഇങ്ങനെ വിശദീകരിക്കുന്ന ആഗ്രഹം. റോമലേഖനം 6:9 വാക്യം ഒന്ന് വായിച്ചേ. Romans chapter 6 verse 9. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. നിന്നിലോ? How about in you? If death has no more dominion over Jesus, what about you? എന്നിലോ? What about me? റോമലേഖനം 6 മനസ്സിലായോ? Do you understand Romans chapter 6? പഴയതിന് അവസാനം കുറിച്ചു. He marked an end to the old. എപ്പോഴാണെന്നറിയാമോ? When was it? ഞാൻ അവന്റെ കൂടെ മരിച്ചപ്പോൾ. When I died with him. ഈ പഴയതിനെ അവസാനിപ്പിക്കാൻ സ്വിച്ചിട്ടാൽ അവസാനിക്കത്തില്ല, മരണത്താലേ അവസാനിക്കത്തുള്ളൂ. For this old law to stop working, it would not just happen like that. You have to die first. ആ മരണമാണ് ക്രൂശിൽ നടന്നത്. And that is the death that happened on the cross. ഞാൻ ആ മരണത്തോടെ ഏകീഭവിച്ചു. And I became one with that death. എങ്ങനെയാണെന്നറിയാമോ? Do you know how it was? സ്നാനത്താൽ. By baptism. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചു. I became one with his death, his burial and his resurrection. റോമലേഖനം 6 പദം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. There is something that Paul says in Romans chapter 6. ഉയർത്തെഴുന്നേൽക്ക, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന നീ എന്തിനു വേണ്ടെന്നറിയാമോ? ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. That when you rise from the water, you are rising with the newness of life. ജീവനിൽ വാഴാൻ. You shall rule in life. സമൃദ്ധമായി ജീവനെ ജീവിക്കാൻ. To live in abundance of life. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമല്ല, ജീവന്റെ പ്രമാണം അവിടെ തുടങ്ങുക. It is not the law of the sin or death, it is this law of life that is ruling from your life at that point. അധ്യായത്തിലെ ഓരോ വാക്യങ്ങൾ വിശദീകരിക്കേണ്ടതാ. We should go through and explain each verse within this chapter. ഈ പദം ശ്രദ്ധിച്ചാൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനിയും മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനിയും death has no more dominion over him. അപ്പൊ അവനുമായി ഒന്നായി മാറിയ നമ്മുടെ മേലോ? So what about the people that have become one with him? തന്റെ ഇടത്തോടെ പറ. Say it with confidence. നടക്കത്തില്ലെന്ന് പറ. Tell the devil that it will not happen. നിനക്കെതിരെ ഡോക്ടറുടെ റിപ്പോർട്ട് കാണുമായിരിക്കാം. There may be reports from doctors against you. നീ അതിന്റെ മേലോട്ട് കൈവച്ചു പറ. But place your hands over that and say, എന്റെ മേൽ വ്യാപരിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. That it is a spirit of the law of life that works within me. മരണത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല. Death has no dominion over me. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യരെ ഹേ മരണമേ നിന്റെ ജയം എവിടെ? That is why Paul, when he was writing his letter to the Corinthian church, he said, death, where is your sting? വേറെ പ്രമാണമാണെന്ന്. This is a different law. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. മരണത്തിന് ഇനി അവന്റെ മേൽ കർത്തൃത്വമില്ല. Death has no more dominion over him. അതുകൊണ്ട് നിന്റെ മേലും അവർക്ക് കർത്തൃത്വമില്ല. That is why it will also have no dominion over you. അപ്പോസ്തലരുടെ 2-ാമത്തെ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യമുണ്ട്. അപ്പോസ്തലരുടെ 2:23 വായിച്ചേ. Acts chapter 2 verse 23. അപ്പോസ്തലരുടെ 2:22-23.
ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. നോക്കിയേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മിടുക്ക് കൊണ്ട് അങ്ങ് ഏൽപ്പിച്ചതാന്ന്. You might think that you handed him over. നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ പ്ലാൻ വിജയിച്ചെന്നാ നിങ്ങൾ ചിന്തിച്ചത്. You had thought that your plans had worked out. പത്രോസ് പറയുകയാണ്, യേശുവിനെ ക്രൂശിച്ചത് പിതാവിന്റെ തിരുഹിതം കാരണമാ. But the apostle Peter says that Jesus was crucified because of the divine plan of God. ഏൽപ്പിച്ച് തന്നിട്ട് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത്. It was only because God handed him over to you that ഇന്ന് രാത്രി ദൂതൻ ശ്രദ്ധിച്ചോണം. നിനക്ക് വിരുദ്ധമായി ഒരു ശക്തിക്കും നിനക്ക് നേരെ നിൽക്കാൻ കഴിയത്തില്ല. There is no power that has the ability to stand before you. ഏൽപ്പിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. It will only happen if God hands you over to them. ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ക്രൂശിച്ചെന്ന്. It was only because God handed Jesus over to them that they were able to crucify him. മനസ്സിലാകുന്നുണ്ടോ? Do you understand this? സ്വതം എന്റെ സമയം കഴിഞ്ഞു. My time is over. ഹല്ലേലൂയ. റോമലേഖനം ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ വിടുകയാണ്. ദൈവം അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കണം ഈ ഭാഗം. 8-ാം അധ്യായത്തിലേക്ക് വന്നേ. Romans chapter 8. ആ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ ഫംഗ്ഷനിങ് എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ പോയി ഈ ആഴ്ച മുഴുവൻ 8-ാം അധ്യായം ധ്യാനിക്കണം. Over this week you should meditate on Romans chapter 8 ഈ to പ്രമാണം study the വ്യാപരിക്കുന്നത് എന്തോ functionality. ഈ പ്രമാണം ഓപ്പറേറ്റഡ് ആകുന്നതുകൊണ്ട് എന്തോ പ്രത്യേകത. What is the speciality of having this law of the spirit of life ഞാൻ working 3-4 within you? കൂട്ടം കാര്യം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. I'll say 3-4 things and we will wind up in prayer. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. Therefore now there is no condemnation to them that are in Christ Jesus. എന്താ മനസ്സിലായി? What did you understand? നീ ഇനി കുറ്റബോധത്തിലല്ല ജീവിക്കുന്നത്. You should not live in guilt consciousness. മനുഷ്യനെ അലട്ടിയ വലിയ പ്രശ്നങ്ങളൊന്നും കുറ്റബോധമാണ്. One of the biggest things that is persisting against men is the guilt consciousness. ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. As soon as you look at some people's faces you can tell. അവരുടെ പ്രശ്നം കണ്ടംനേഷനാണ്. Their problem is condemnation. കൃപയ്ക്കകത്ത് വന്നിട്ടില്ല. They have not yet stepped into grace. സ്നാനപ്പെട്ടതൊക്കെയാ. They have been baptized. ഇപ്പോഴും പഴയ പ്രമാണത്തിന്റെ അകത്ത് തുടരുക. But they are still continuing in the law of death. കണ്ടംനേഷൻ, Condemnation, ഗിൽറ്റ്, ഷെയിം. ഇത് ഭയങ്കര വിഷയത്. these are big problems. ഗിൽറ്റ്, കണ്ടംനേഷൻ ആൻഡ് ഷെയിം. പക്ഷെ പൗലോസ് പറയാ, But Paul says എന്നിൽ ഇപ്പം ജീവന്റെ ആത്മാവിന്റെ it is പ്രമാണമാണ്. now the law of the spirit of life that is working within you. No more condemnation. There is no more condemnation. No more condemnation. പാദരം തുറന്ന് പറ, no more condemnation. Open your mouth and say no more condemnation. ഈ ദൈവത്തിനെ ഒതുക്കാൻ പിശാച് കൊണ്ടുവന്ന സാധനമാണ് കണ്ടംനേഷൻ. There is the devil brought condemnation to try to limit man. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ കാലത്തെയും പ്രശ്നം പാപമാണ്. The problem of man in all times is sin. ഈ ജീവന്റെ ആത്മാവ് ഓപ്പറേറ്റഡ് ആകുന്ന ഒരുവൻ he will overcome sin. For someone that is living in the law of the spirit of life, he will overcome sin. മനസ്സിലാവുന്നുണ്ടോ? Do you understand this? We will overcome sin. പാപത്തെ നാം ജയിച്ചാനുദിനം ജീവിക്കും. You will live in victory of that sin. പാപത്തിന്റെ സാധ്യത മുന്നിൽ വരുമ്പോൾ നമ്മുടെ അകത്തൊരു ബോധ്യമുണ്ടാകും, അകത്തൊരു ദൈവശക്തി വ്യാപരിക്കും. നിനക്കതിനെ ജയിക്കാൻ ആ സാഹചര്യത്തിൽ കഴിയും. Even when possibility of sin arises, you will have a consciousness within you that you can conquer this sin. 2-ാം വാക്യം വായിച്ചേ. Verse 2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും Freedom from sin and death. സ്തോത്രം. 3-ാം വാക്യം വായിച്ചാട്ടെ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ, പാപത്തിന് ജഡത്തിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് റിമൂവ്ഡ് ഓൾ ദ പെനാൽറ്റീസ്. നിന്റെ പേരിൽ കുറെ പെനാൽറ്റി ഉണ്ടായിരുന്നു. There were a few penalties in your name. എവിടെ നിന്നറിയാമോ? ഈ പാപത്തിന്റെ പ്രമാണം തന്നതാ. And that came through the law of death and sin. പക്ഷേ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ചെയ്തൊരു കാര്യം എന്നറിയാമോ? But something that the law of the spirit of life did. Removed its penalties. 4-ാം വാക്യം. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ
നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. നോക്കിയേ, ന്യായപ്രമാണത്തിന്റെ നീതി ഇതെല്ലാം ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. The righteous requirements of the law is fulfilled in us. Righteous requirement of the law fulfilled in us. ആറാമാക്കി അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയായി മാറി. We got the mind of spirit. ഇനി ഇച്ചിരി വിശദമായിട്ട് പോകേണ്ട ഭാഗമുണ്ട്, എല്ലാം അടുത്ത ആഴ്ച പറയാം. There are a few things that we should go into detail, but we'll talk about that. ആത്മാവിന്റെ ചിന്ത കിട്ടിയത് കൊണ്ട് 7-ാം വാക്യത്തിന്റെ വായിക്കുന്ന ഭാഗമുണ്ട്. Now we are actively in relationship with God. ദൈവമായ ഭയങ്കര ബന്ധമായി മാറി. We are living in active relationship with God. കാരണം we have the mind of spirit. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, by default we are living a life pleasing to God. ഈ ചിലർ ചോദിക്കുന്ന കാര്യമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇനി എന്നാ ചെയ്യണം? I've had people ask me, Pastor, how can I please God? അങ്ങനെ ചോദിക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. I've seen people many times ask me that. നീ ഈ പ്രമാണത്തിന്റെ ജീവിച്ചാൽ മതി. You just need to start living in the law of the spirit of life. You will be actively in relationship with God. And by default you will be pleasing God. എല്ലാവരും ദൈവത്തിനെഴുന്നേറ്റാട്ടെ. Can we all stand up in the presence of God? മറ്റൊന്ന്, Another thing, internally we'll be having a confirmation that we belongs to Christ. പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, and the spirit, if Christ lives in you, though your body is dead, your spirit is alive because of righteousness. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ചെയ്തൊരു കാര്യമാണ്. Our spirit became alive. As soon as you were started to be ruled by the spirit of the law of life, you are ruled by the spirit. ഈ 11-ാം വാക്യം കൂടെ പറഞ്ഞു നിർത്താം. I'll end with verse 11. 11-ാം വാക്യം, യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ. അപ്പൊ അതൊരു പാസ്റ്റ് ടെൻസിലാണ്, മലയാളം ഇംഗ്ലീഷിലെ മൂലഭാഷയിലെ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ, the law of the spirit of life in Christ Jesus will give strength to our mortal bodies. നമ്മുടെ ശരീരത്തിൽ ഈ പ്രസന്റ് സീസണിന്റെ അകത്ത് ഈ പ്രമാണം ലൈഫ് തന്നോണ്ടിരിക്കും. This law has now given us life through to the sins that once ruled us. ഞാൻ വാക്കുകൾ ചുരുക്കുക.